ഹായ്, നമ്മളെടുക്കുന്നത് ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അതായത് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയത്തിലും അതുപോലെ തന്നെ പാറിലും ആയിരിക്കും ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ രണ്ട് തരത്തിലാണ് ഇവിടെ ഈ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നൊക്കെ ലംസോ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ലംസോ ആയിട്ടെന്ന് പറയുമ്പോൾ മൊത്തം എമൗണ്ട് ഒരുമിച്ച്, അതായത് അതിൽ വേറെ ഇതൊന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരും. അതെല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ് ഇല്ലേ, അതായത് പ്രിഫറൻസ് ഷെയർസ്, ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, പിന്നെ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ആ ഒരു ജേണൽ എൻട്രീസ് അങ്ങനെ വരുന്നുണ്ടല്ലോ. ഡ്യൂ ആവുന്നതും പിന്നെ റിസീവ് ആവുന്നതും ആ ഒരു ഇത് വരും. അതാകും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. അപ്പോൾ പാറിൻ്റെ കേസിലാവുമ്പോൾ നോർമലായിട്ടുള്ളത് തന്നെ ഇങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരും. അതെല്ലാം ഇനി പ്രീമിയത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിലാണെങ്കിൽ തന്നെ എന്തൊക്കെ ഉണ്ടാകും, ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലംസം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ലംസത്തിൻ്റെ കേസ് നോക്കാം. ലംസത്തിൻ്റെ കേസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ആ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ മൊത്തം എമൗണ്ട് ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത്, അതാണ് ലംസം എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു തവണ രണ്ട് തവണ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട്, അതാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ലംസോ ആയിട്ട് ദ എൻറ്റയർ എമൗണ്ട് കളക്റ്റഡ് ലോങ് വിത്ത് ആപ്ലിക്കേഷൻ, അങ്ങനെയാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ബാങ്കിക്ക് വരുന്നത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള എമൗണ്ട് ബാങ്കിൽ ചെയ്ത, ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ എമൗണ്ട് ഡിബഞ്ചറിന് എത്രയാണോ പ്രൈസ് വരുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എന്ത് വരിക, പ്രീമിയം എമൗണ്ട് എത്രയാണോ, അതായത് ഇപ്പോൾ 10 രൂപയുടെ ഷെയർ ആയിരിക്കും, അല്ല ഡിബഞ്ചർ ആയിരിക്കും, നമ്മൾ 12 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയാകുമ്പോൾ ബാങ്കിൻ്റെ ഇതിൽ വരുന്നത് 12 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഡിബഞ്ചറിൽ 10 രൂപ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 2 രൂപ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ സ്പേസില്ല, അതാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ലംസത്തിൻ്റെ കേസ് വരുമ്പോൾ, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് പറയുമ്പോൾ മേ ബി അലോട്ട്മെൻറ്റ് മണി അതിൻ്റെ കൂടെ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മണി വിത്ത് പ്രീമിയം, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് എന്തടയ്ക്കുന്നത്, പ്രീമിയം അടയ്ക്കുന്നത്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ മണി ഓൾറെഡി തന്നു, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് പ്രീമിയം എമൗണ്ട് അടയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആദ്യം ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അങ്ങനെയാകുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഇതേപോലെ തന്നെ പ്രീമിയം എമൗണ്ട് ഉൾപ്പെടെയുള്ള എമൗണ്ട് എഴുതണം. പിന്നെ ഡിബഞ്ചർ അക്കൗണ്ടിൽ ഒറിജിനൽ ഡിബഞ്ചറിൻ്റെ പ്രൈസ്, പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അങ്ങനെയാണ് ഇത് വരുന്നത്. ലംസോ ആയിട്ടെന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ നിങ്ങൾക്ക്. ലംസോ ആയിട്ടെന്ന് പറയുമ്പോൾ മൊത്തമായിട്ടുള്ള എമൗണ്ട് ഒരുമിച്ചാണ് കളക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് പറയുമ്പോൾ നമ്മൾ മേ ബി ഇങ്ങനെ ഈ ഫാനൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിക്കൂലേ, അതായത് ഇപ്പോൾ 1000 രൂപയാണ് ഫാനിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മേ ബി ഒരു 200 രൂപ അഡ്വാൻസ് കൊടുക്കും, ബാക്കി 800 രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം അവരിങ്ങനെ വീക്ക്ലിയോ മന്ത്ലിയോ ഒക്കെ വന്ന് വാങ്ങിക്കും. 1000 രൂപ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാകുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് ഇത് പ്രീമിയം എമൗണ്ട് വാങ്ങിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആദ്യം ആ ജേണൽ എൻട്രി വരും. ഈ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ആദ്യം നമ്മൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് എഴുതുക. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ പ്രൈസ് ക്രെഡിറ്റ് ചെയ്യുക, പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ പ്രീമിയം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് ആ ടോട്ടൽ എമൗണ്ട് ഡിബഞ്ചർ അലോട്ട്മെൻറ്റിൽ, അതാണ് അത് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് ആയിട്ട് പ്രീമിയത്തിൻ്റെ കേസിൽ കേട്ടോ. ഇനി നമുക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ കേസിൽ എന്താ പിന്നെ ഇത് ഡ്യൂ ആകുന്നതാണ്. പിന്നെ അത് മൊത്തമായിട്ട് റിസീവ് ആവുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, മൊത്തമായിട്ടുള്ള എമൗണ്ട്, അതായത് ഡിബഞ്ചറിൻ്റെ ഇൻക്ലൂഡിങ് പ്രീമിയം അടക്കമുള്ള എമൗണ്ട് അത് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കൗണ്ട്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. പ്രീമിയം എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇത് ഓർത്ത് വെക്കാനുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിൽ DL, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം DL ഫസ്റ്റ്. അങ്ങനെ ഞാനൊക്കെ പഠിച്ചിരുന്ന ആ ഒരു ട്രിക്കാണ് യൂസ് ചെയ്തിരുന്നത്.
പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് ഡെബിറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ തന്നെ പ്രീമിയം എമൗണ്ട് നമ്മളപ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ട്രിക്ക് ചിലവർക്ക് മനസ്സിലാവാത്ത പിള്ളേർക്കാട്ടോ ഞാൻ പറയുന്നത്. നല്ല സ്കിൽഡായിട്ടുള്ള പിള്ളേർക്ക് മേ ബി അറിയുന്നുണ്ടായിരിക്കും. ഞാനൊരു മീഡിയം ലെവലുള്ള പിള്ളേർക്കാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ അപ്പോൾ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അറ്റ് ദി ടൈം ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ഇത് ലംസോ ആണ് കേട്ടോ ഈ കേസ് പറയുന്നത്. ലംസോ ആയിട്ട് ഇതാക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബാങ്കിൽ വരുന്നത് ഒറിജിനൽ ബാങ്കിൽ പറയുന്ന ബാങ്കിക്ക് എത്രയാണോ ക്രെഡിറ്റ് ആവുന്നത്, അതായത് ഡിസ്കൗണ്ടിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 10 രൂപയായിരിക്കും മേ ബി ഷെയറിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൽ ഡിസ്കൗണ്ട് 2 രൂപയാണെന്നുണ്ടെങ്കിൽ ബാങ്കിക്ക് ക്രെഡിറ്റ് ആവുന്നത് എത്ര രൂപയായിരിക്കും? 8 രൂപയായിരിക്കും. ഡിസ്കൗണ്ട് ഇവിടെ വരുന്നത് 2 രൂപയായിരിക്കും. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ്റെ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയായിരിക്കും. നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെ കേട്ടോ. അതായത് ഒറിജിനൽ പ്രൈസിൽ നിന്ന് എത്രയാണോ ഡിസ്കൗണ്ട് ഉള്ളത് അത് മൈനസ് ചെയ്തിട്ട് വേണം ബാങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. ആ മൈനസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെയുള്ള ടോട്ടൽ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. അത് ഇൻസ്റ്റാൾമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഓഫ് കോഴ്സ് അത് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ എന്താ ഞാൻ പറയുന്നത്, ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 10 രൂപയാണ് എന്ത് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി പറയുന്നത്. അലോട്ട്മെൻറ്റ് മണി പറയുന്ന 10 രൂപയാണ്. പ്രീമിയം ഡിസ്കൗണ്ട് പറയുന്ന 2 രൂപയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 10 രൂപ എന്ന് എഴുതണം, ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഡിബഞ്ചർ അലോട്ട്മെൻറ്റിൽ 8 രൂപ എഴുതണം, ഇവിടെ 2 രൂപ എഴുതണം. ഓക്കെ, അതാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഞാൻ എന്താ പറയുന്നേ ഉള്ളത്. പിന്നെ അത് റിസീവ് ആവുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഇതിൽ ജേണൽ എൻട്രി ഒക്കെ കറക്റ്റാണ് കേട്ടോ. അത് കറക്റ്റ് അല്ല എന്ന് വിചാരിക്കേണ്ട. ഞാനിപ്പോൾ കുറേ ഇങ്ങനെ എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. ഇങ്ങനെ തന്നെയാണത്. ഓക്കെ, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ഇത് ഡ്യൂ ആവുന്നതാണ്. ഇത് റിസീവ് ആവുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് പറയുമ്പോൾ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ നമുക്ക് ബാങ്കിക്ക് ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ +1 മുതലേ ഈ അക്കൗണ്ടൻസി പഠിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ ജേണൽ എൻട്രി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് പ്രീമിയത്തിൽ ലംസോ ആയിട്ടിൻ്റെ കേസാണിത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയും കൂടെ. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ എന്തും കൂടെ വരും? അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ വരും. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ആയിരിക്കും നമ്മൾ പ്രീമിയം നമുക്ക് കൂട്ടി കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. ഇത് ഫസ്റ്റത്തതാണ്. ഇത് പ്രീമിയം ലംസ് എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെയാണ്. അപ്പോൾ ഇതിൽ തന്നെയുള്ളതാണ് ഇത് പറയുന്നത്. ഇത് ഡ്യൂ ആകുന്ന, ഇത് റിസീവ് ആകുമ്പോൾ ഈ പ്രീമിയത്തിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ എമൗണ്ട്. ഇത് എന്താണ്? ലംസോ ആണ്. അതായത് ഒരുമിച്ചാണ് കിട്ടുന്ന മൈനസ് ചെയ്തിട്ട്. അതായത് 1000 രൂപയുടെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. അതായത് 200 രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത്. 200 രൂപ ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ അപ്പം തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. അതാണ് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ലംസോ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ വരും. അങ്ങനെ ആകുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ആകും എന്ത് കിട്ടുന്നത്? ഡിസ്കൗണ്ട് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. എന്നിട്ട് കിട്ടുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിനി എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും ഞാൻ വിശ്വസിക്കുന്നു, ഇൻഷാല്ലാ. അപ്പോൾ എ ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 8% ഡിബഞ്ചേഴ്സ് 100 ഈച്ച്. റൈറ്റ് ദ ജേണൽ എൻട്രീസ് വിച്ച് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് പാർ പ്രീമിയം ഡിസ്കൗണ്ട്. പ്രീമിയം 20%, ഡിസ്കൗണ്ട് 10%. ഓക്കെ, പാറിലാകുമ്പോൾ എങ്ങനെയാകും?
ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അത് നമുക്ക് അറിയുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 1000 ആണ് ഷെയർസ് ഉള്ളത്, 100 രൂപയാണ് ഷെയറിൻ്റെ വില. അപ്പോൾ 1000 × 100 1 lakh വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും. ഓക്കെ, ഇത് നമ്മൾ റഫായിട്ട് ഞാൻ എഴുതി പഠിക്കുന്നത്, അപ്പോൾ നമ്മളങ്ങനെ വരയ്ക്കുന്നില്ല. അതാണ് പാർ. ഇനി പ്രീമിയം പറയുന്നത് 20% ആണ് പ്രീമിയം വരുന്നത്. പ്രീമിയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ബാങ്കിൻ്റെ എമൗണ്ട് അവിടെ നിൽക്കട്ടെ. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഇവിടെ സോറി കേട്ടോ, അതങ്ങ് കൈയ്യട്ടി സൂമായി പോയി, സോറി. ഇവിടെ 1000 × 100 1 lakh വരും. 1 lakhൻ്റെ 20%. 1 lakhൻ്റെ 20% ആണ് എന്ത് പറയുന്നത്, 1 lakhൻ്റെ 20% ആണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ 1 lakhൻ്റെ 20% എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അത് നമ്മളിവിടെ ഇത് ചെയ്തു. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakhൻ്റെ 20% ആണത്. ഈ രണ്ട് എമൗണ്ടും കൂടി ആയിരിക്കും ബാങ്കിൽ ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ 1,20,000. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 10% ആണ്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1000 × 100 1 lakh. 1 lakhൻ്റെ 10%. 1 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000. അങ്ങനെ ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്കിക്ക് അവിടെ നിൽക്കട്ടെ. ഡിബഞ്ചറിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡിബഞ്ചറിൻ്റെ പ്രൈസ് ചെയ്ത് 1 lakh. 1 lakh നമുക്ക് കിട്ടി. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1 lakhൻ്റെ 10% ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ബാങ്കിക്ക് ക്രെഡിറ്റ് ആവുന്നത് ഇത് മൈനസ് ചെയ്യുക. ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഡിസ്കൗണ്ട് പ്രീമിയം എന്നൊക്കെ ഉള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 90,000 രൂപ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 lakh കിട്ടും. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരേണ്ടതാണ്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ ഇങ്ങനത്തെയൊക്കെയാണ് വരേണ്ടത്. നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഡിമോട്ടിവേറ്റ് ചെയ്യില്ല, റിയാലിറ്റി അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ അപ്പോൾ പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അത് ഓർത്ത് വയ്ക്കുക. ജേണൽ എൻട്രീസ് ഓർത്ത് വയ്ക്കുക. ഈ ഒരു നൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മാക്സിമം ഇന്നിരുന്ന് പഠിക്കാൻ നോക്കുക. കാരണം സപ്ലി വന്ന സീനാണ്. ഓക്കെ, താങ്ക് യു.